സയൻസിലെ മൂന്നാമത്തെ പാഠം പൊതുഭരണം. ഈ പാഠഭാഗത്തിലെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ പറഞ്ഞത് എന്താണ് പൊതുഭരണം, പൊതുഭരണത്തിന്റെ പ്രാധാന്യം എന്താണ്, പൊതുഭരണം നടത്തിക്കൊണ്ടുപോകാൻ കൃത്യമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം നമുക്കുണ്ട്. ആ ഭരണ സംവിധാനത്തിലെ ആദ്യഘട്ടമായ ഉദ്യോഗസ്ഥ വൃന്ദത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. തുടർന്ന് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ചുമതലകൾ, എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തെക്കുറിച്ചാണ്. അതായത് ഇപ്പോൾ നമ്മൾ പൊതുഭരണത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ബ്യൂറോക്രസിയാണ് നമ്മൾ പറയുന്നത്, അതായത് ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഇനി ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദം ഏതു പേരിൽ അറിയപ്പെടുന്നു, എന്തൊക്കെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ, ആരാണ് അവരതിനു വേണ്ടി നിയോഗിക്കപ്പെടുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തെക്കുറിച്ച് നോക്കാം. ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദം അറിയപ്പെടുന്നത് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന പേരിലാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കീഴിൽ ഉള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും അതുപോലെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും അടങ്ങുന്നതാണ് നമ്മുടെ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യൻ സിവിൽ സർവീസിനെ 3 ആയിട്ടാണ് വർഗീകരിച്ചിട്ടുള്ളത്. അവ ഏതൊക്കെയാണെന്ന് ആദ്യം ഒന്ന് പരിശോധിക്കാം. 1 അഖിലേന്ത്യാ സർവീസ്, 2 കേന്ദ്ര സർവീസ്, 3 സംസ്ഥാന സർവീസ്. ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ നമ്മുടെ ഇന്ത്യൻ സിവിൽ സർവീസിനെ വർഗീകരിച്ചിട്ടുള്ളത്. ഇതിലെ ഒന്നാമത്തെ ഘട്ടമായിട്ടുള്ള അഖിലേന്ത്യാ സർവീസിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അഖിലേന്ത്യാ സർവീസ് തെരഞ്ഞെടുക്കുന്നത് ദേശീയ തലത്തിൽ ആണ്. ഇങ്ങനെ തെരഞ്ഞെടുക്കുന്ന ഉദ്യോഗസ്ഥരെ കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. ഉദാഹരണം IAS, IPS തുടങ്ങിയിട്ടുള്ള സർവീസുകളാണ് അഖിലേന്ത്യാ സർവീസിൽ പെടുന്നത്. അപ്പോൾ അഖിലേന്ത്യാ സർവീസ് എന്ന് പറയുന്ന ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. ഈ തിരഞ്ഞെടുക്കുന്നവരെ കേന്ദ്ര സർവീസിലോ അതുപോലെ തന്നെ സംസ്ഥാന സർവീസിലോ എന്ത് ചെയ്യുന്നു, ഉദ്യോഗസ്ഥരായിട്ട് നിയമിക്കുന്നു. രണ്ടാമത്തെയാണ് കേന്ദ്ര സർവീസ്. ഇതും ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇന്ത്യയിലാണ് ഇതിന്റെ പരീക്ഷ നടക്കുന്നത്. ഇതിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ ജോലി ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങളിലാണ് ഇവർ ജോലി ചെയ്യേണ്ടത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഫോറിൻ സർവീസ് അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇതിലൊക്കെയാണ് കേന്ദ്ര സർവീസിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നിയമനം കിട്ടുന്ന സർവീസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെയാണ് സംസ്ഥാന സർവീസുകൾ. സംസ്ഥാന തലത്തിൽ ആണ് ഇതിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ഉദ്യോഗസ്ഥരും സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലാണ് ജോലി ചെയ്യേണ്ടത്. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സെയിൽ ടാക്സ് ഓഫീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതാണ്. ഇനി കേന്ദ്ര സർവീസിലേക്കും അതുപോലെ തന്നെ സംസ്ഥാന സർവീസിലേക്കുമൊക്കെ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്, UPSC എന്ന് പറയും. ഇവരാണ് ഇതിലേക്ക് വേണ്ട കേന്ദ്ര സർവീസിലേക്കും അതുപോലെ തന്നെ സംസ്ഥാന സർവീസിലേക്കുമുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്ന സമിതി എന്ന് പറയുന്നത്. UPSC എന്നാണ് ഇത് അറിയപ്പെടുക. ഈ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്നത് രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ സംസ്ഥാന തലങ്ങളിൽ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് PSC വഴിയാണ്, പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയാണ് സംസ്ഥാന തലത്തിൽ ആളുകളെ തെരഞ്ഞെടുക്കുന്നത്. PSC ചെയർമാനെയും അതുപോലെ തന്നെ അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്നത് ഗവർണറാണ്. ഇനി ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണ നവീകരണം നടക്കുന്നുണ്ട്. എന്താണ് ഭരണ നവീകരണം എന്ന് നോക്കാം. ഭരണനിർവഹണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനായി സേവനങ്ങൾ സമയബന്ധിതമായി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെയാണ് നമ്മൾ ഭരണ നവീകരണം എന്ന് പറയുന്നത്. അതായത് ഭരണനിർവഹണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സേവനങ്ങൾ സമയബന്ധിതമായി ജനങ്ങൾക്ക് ലഭിക്കാനും വേണ്ടി ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഭരണ നവീകരണം എന്ന് പറയുന്നത്. ഭരണപരിഷ്കാരങ്ങൾ നടത്താൻ വിവിധ കമ്മീഷനുകളാണ് നമ്മുടെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് നമ്മൾ ഭരണ നവീകരണത്തിന്റെ ഭാഗമായി നടപ്പാക്കിയിട്ടുള്ള ചില പരിഷ്കാരങ്ങളെ കുറിച്ചാണ്. ആദ്യം ആ പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 ഗവേണൻസ്, അതുപോലെ തന്നെ അറിയാനുള്ള അവകാശം, സേവനാവകാശ നിയമം, കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ, ലോക്പാൽ, ലോകായുക്ത, ഓംബുഡ്സ്മാൻ. ഇത്രയുമാണ് ഭരണ നവീകരണത്തിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള ഭരണ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്കിത് ഓരോന്നും എന്താണെന്ന് വിശദമായിട്ടൊന്ന് നോക്കാം. ആദ്യം ഗവേണൻസ് എന്താണെന്ന് നോക്കാം.
ഭരണം നവീകരിക്കുന്നതിന്റെ ഭാഗമായി ഗവൺമെന്റ് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് ഇ ഗവേണൻസ്. ഇത് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഇ ഗവേണൻസ് എന്നറിയപ്പെടുന്നത്. അതായത് ഇൻഫർമേഷൻ ടെക്നോളജി IT ഭരണരംഗത്ത് ഉപയോഗിക്കുന്നതാണ് ഇ ഗവേണൻസ്. അതായത് കമ്പ്യൂട്ടറൊക്കെ വ്യാപകമായി ഭരണരംഗത്ത് ഉപയോഗിക്കുന്നതാണ് ഇ ഗവേണൻസ് എന്നറിയപ്പെടുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്ന് പറയുന്നത് വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താലാണ് ജനങ്ങൾക്ക് സേവനങ്ങൾ ലഭിക്കുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി IT സഹായത്താലാണ് ജനങ്ങൾക്ക് സേവനങ്ങൾ ലഭിക്കുന്നത്. രണ്ടാമതായി സർക്കാർ ഓഫീസിൽ പോകേണ്ടതില്ല. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ, അപേക്ഷ കൊടുക്കണമെങ്കിലൊക്കെ സർക്കാർ ഓഫീസിൽ നേരിട്ട് പോകേണ്ടതില്ല. നമുക്ക് ഓൺലൈൻ ആയിക്കൊണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ഓഫീസുകളിലേക്ക്, വില്ലേജ് ഓഫീസിലേക്ക്, പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള അതുപോലെയുള്ള ഓഫീസുകളിലേക്ക് ഓൺലൈൻ ആയിട്ട് കമ്പ്യൂട്ടർ മുഖേന അപേക്ഷ അയക്കുകയും അതിന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഓൺലൈൻ ആയിട്ട് നമുക്ക് ലഭ്യമാക്കുകയും ചെയ്യാനുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ട്. മൂന്നാമതായി സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും. ഈ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ ഇ ഗവേണൻസ് വന്നതോടുകൂടി സർക്കാരിന്റെ സേവനങ്ങൾ കുറഞ്ഞ ചെലവിലും വേഗത്തിലും കിട്ടാൻ തുടങ്ങി. കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി വേഗത്തിൽ കാര്യങ്ങൾ ലഭ്യമാക്കാം. നമുക്ക് ഓഫീസുകളിലേക്ക് ഇങ്ങനെ കയറി ഇറങ്ങേണ്ട ചെലവൊന്നും, അതിനുള്ള യാത്രാ ചെലവുകളൊന്നും കൂടുതലുണ്ടാവില്ല. നാലാമതായി ഓഫീസുകളുടെ കാര്യക്ഷമത, സേവനത്തിന്റെ ഗുണമേന്മ ഇതൊക്കെ വർദ്ധിക്കുന്നുണ്ട്. അതായത് ഈ ഗവേണൻസ് എന്ന പദ്ധതി വന്നതോടുകൂടി ഓഫീസുകളുടെ കാര്യക്ഷമത, എഫിഷ്യൻസി ഓഫ് ദ ഓഫീസ് വർദ്ധിച്ചു. അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് സർവീസ്, അതിന്റെ സേവനത്തിന്റെ ഗുണമേന്മ വർദ്ധിച്ചു. അതായത് ജനങ്ങൾക്ക് കൃത്യമായ നല്ല രീതിയിലുള്ള സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ സേവനങ്ങളൊക്കെ നിശ്ചിത സമയത്തിന്, ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള സമയത്തിനുള്ളിലൊക്കെ സേവനങ്ങൾ ലഭ്യമാകാൻ തുടങ്ങി. ഓഫീസിലൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇനി ഈ ഗവേണൻസുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവമാണ് അക്ഷയ കേന്ദ്രങ്ങൾ. ഈ അക്ഷയ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാല്, അക്ഷയ സെന്റേഴ്സ് എന്ന് പറഞ്ഞാല് ഈ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതിനായി രൂപം കൊടുത്തിട്ടുള്ള സ്ഥാപനങ്ങളാണ് അക്ഷയ സെന്ററുകൾ എന്ന് അറിയപ്പെടുന്നത്. നമുക്ക് ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് എന്തെങ്കിലും അപ്ലിക്കേഷനൊക്കെ സെൻഡ് ചെയ്യണമെങ്കിൽ, അയക്കണമെങ്കിൽ ഈ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് എന്നുള്ളത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവരത് സെൻഡ് ചെയ്ത് നമുക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തരും. അതുപോലെ തന്നെ ഈ അക്ഷയ കേന്ദ്രങ്ങളുടെ പ്രധാനപ്പെട്ട വേറൊരു ലക്ഷ്യമാണ് ഈ സാക്ഷരത, ഈ ലിറ്ററസി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിനുള്ള, അല്ലെങ്കിൽ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ, ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിക്കുന്നതിനുള്ള അറിവ് ജനങ്ങൾക്ക് കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കലും ഈ അക്ഷയ കേന്ദ്രങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ്. രണ്ടാമത്തെ ഭരണപരിഷ്കാരമാണ് അറിയാനുള്ള അവകാശം. അത് എന്താണെന്ന് പരിശോധിക്കാം. ഭരണ നവീകരണത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് നടപ്പാക്കിയ മറ്റൊരു പരിഷ്കാരമാണ് അറിയാനുള്ള അവകാശം, റൈറ്റ് ടു ഇൻഫർമേഷൻ. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഭവമാണ് ഈ അറിയാനുള്ള അവകാശം, റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇത് നിലവിൽ വന്നത് 2005 വിവരാവകാശ നിയമത്തിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ വന്നത്. ഇത് മുഖേന സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമായ വിവരങ്ങൾ നമുക്ക് ആവശ്യപ്പെടാം. കത്ത് മുഖേന ഒരു കത്ത് എഴുതിക്കൊണ്ട് അതിൽ സ്റ്റാമ്പ് ഒട്ടിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായ വിവരങ്ങൾ, ഇന്ന വിവരങ്ങൾ നമുക്ക് വേണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ സ്ഥാപനങ്ങൾക്ക് കത്തെഴുതിയാൽ നമുക്കത് അവർ നൽകേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. ഈ അറിയാനുള്ള അവകാശത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന് പറയുന്ന സംഘടന. രാജ്യത്തെ പൗരന്മാർക്ക് വിവരങ്ങൾ അറിയാനുള്ള, സർക്കാർ ഓഫീസുകളിലെ വിവരങ്ങൾ അറിയാനുള്ള അവകാശം, ഈ അറിയാനുള്ള അവകാശം നൽകുന്നുണ്ട്. ഇത് മുഖേന, ഈ അറിയാനുള്ള അവകാശം വന്നത് മുഖേന അഴിമതി നിയന്ത്രിക്കാനും, ഓഫീസുകളിലെ അഴിമതി നിയന്ത്രിക്കാനും, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വം വളർത്താനും, ഭരണം സുതാര്യമാക്കാനും എല്ലാം ഈ നിയമം സഹായിച്ചിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട, അറിയാനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ് വിവരാവകാശ കമ്മീഷൻ, ഇൻഫർമേഷൻ കമ്മീഷൻ. വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കാനും സംസ്ഥാനങ്ങളിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപം നൽകിയിട്ടുണ്ട്. ഈ കമ്മീഷനിൽ അംഗങ്ങൾ എന്ന് പറയുന്നത് മുഖ്യ വിവരാവകാശ കമ്മീഷണറും ഏകദേശം 10ഓളം അംഗങ്ങളും ഈ വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും. നമ്മൾ ആവശ്യപ്പെട്ട വിവരങ്ങൾക്ക് കൃത്യമായ മറുപടി, നമ്മളെ ഏതെങ്കിലും ഓഫീസുകളിൽ കൃത്യമായ ചോദ്യങ്ങൾ കൊടുത്തിട്ട് ആ വിവരാവകാശ നിയമപ്രകാരം നമ്മൾ ആവശ്യപ്പെട്ട ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ, ആ മറുപടി നമുക്ക് തൃപ്തികരമല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വിവരാവകാശ കമ്മീഷന് പരാതി കൊടുക്കാം. അങ്ങനെ ഇത് വിവരാവകാശ കമ്മീഷൻ നമ്മുടെ പരാതിയെക്കുറിച്ച് അന്വേഷിക്കുകയും നമ്മൾക്ക് ബന്ധപ്പെട്ട ഓഫീസിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഓഫീസിലെ ഉദ്യോഗസ്ഥന് 250 രൂപ വീതം, ഒരു ദിവസത്തിന് 250 വീതം പിഴ ചുമത്താൻ ഈ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ഭരണപരിഷ്കാരമാണ് സേവന അവകാശ നിയമം.
സേവനാവകാശ നിയമത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അടുത്തതായി നമ്മൾ പറയുന്ന മറ്റൊരു ഭരണ നവീകരണത്തിന്റെ ഭാഗമായി നടപ്പാക്കിയ മറ്റൊരു പദ്ധതി സേവനാവകാശ നിയമം, റൈറ്റ് ടു സർവീസ് ആക്ട്. നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും സർക്കാർ ഓഫീസുകൾ പോയി കഴിഞ്ഞാൽ അതിന്റെ മുൻഭാഗത്ത് തന്നെ ഒരു ബോർഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. ഈ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, വില്ലേജ് ഓഫീസ് ആണെങ്കിൽ ഇവിടെ ഇന്ന സർട്ടിഫിക്കറ്റ്, നികുതി വരുമാന സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഇവിടെ ലഭ്യമാണ്. അതിന്റെ കാലാവധി ഇത്രയാണ്, അത് കൊടുക്കുന്ന ആൾ ഇത്രയാണ് എന്നുള്ള വ്യക്തമായ വിവരങ്ങളൊക്കെ അടങ്ങിയ ഒരു ബോർഡ് അവിടെ കാണാൻ സാധിക്കും. ഈ ബോർഡ് എന്തിന്റെ ഭാഗമാണ്? സേവനാവകാശ നിയമം, റൈറ്റ് ടു സർവീസ് ആക്ടിന്റെ ഭാഗമായിട്ടാണ് ഓഫീസുകളിലുള്ള സേവനങ്ങളെ സംബന്ധിച്ച് ബോർഡൊക്കെ പ്രദർശിപ്പിക്കുന്നത്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായി പറയുകയാണെങ്കിൽ, സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സർവീസ് ആക്ട്, സേവനാവകാശ നിയമം. ഇത് മുഖേന സർക്കാർ ഓഫീസുകൾ നൽകേണ്ട സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്നുള്ളത് ഈ നിയമത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു സർക്കാർ ഓഫീസിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് നമ്മൾ അപേക്ഷ കൊടുത്തതിന് ശേഷം ഇത്ര ദിവസത്തിനുള്ളിൽ ഈ സർട്ടിഫിക്കറ്റ് നൽകണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സേവനാവകാശ നിയമത്തിൽ, റൈറ്റ് ടു സർവീസ് ആക്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ ആവശ്യപ്പെട്ട സർട്ടിഫിക്കറ്റ് അതിന് അനുവദിച്ച സമയത്തിനുള്ളിൽ നമുക്ക് നൽകിയിട്ടില്ല എങ്കിൽ ആ ഉദ്യോഗസ്ഥന് എന്ത് കൊടുക്കണം? പിഴ നൽകണമെന്നുള്ളതും ഈ നിയമത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ സേവനാവകാശ നിയമം, അതായത് റൈറ്റ് ടു സർവീസ് ആക്ടുമായി ബന്ധപ്പെട്ട് എല്ലാ സർക്കാർ ഓഫീസുകളിലും ഒരു പ്രത്യേകമായ ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് അപേക്ഷകർ, ആ ഓഫീസിൽ വരുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് മാർഗനിർദ്ദേശം, അവർക്ക് ആവശ്യമായ ഗൈഡൻസ് നൽകുന്നതിനും അതുപോലെ തന്നെ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥനെ ആ ഓഫീസിൽ നിയമിക്കണമെന്നുള്ളത് അത് ഇതിന്റെ ഭാഗമാണ്. മാത്രമല്ല, ഓഫീസുകളിൽ ആ ഓഫീസിൽ കൊടുക്കുന്ന സേവനങ്ങളെ സംബന്ധിച്ച് ഒരു ബോർഡും പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. ഇനി പറയാൻ പോകുന്നത് കേന്ദ്ര വിജിലൻസ് കമ്മീഷനെ കുറിച്ചാണ്. എന്താണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ എന്ന കാര്യങ്ങൾ ഒന്ന് നോക്കാം. ഭരണ നവീകരണത്തിന്റെ ഭാഗമായി നടപ്പിലാക്കിയ മറ്റൊരു സംവിധാനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഇത് നമുക്കറിയാം, നമ്മൾ ഏതൊരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെ ഒരു ബോർഡ് കാണാം. ഈ ഓഫീസിൽ ഒരു അറിയിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ്. ഈ ഓഫീസിൽ നിന്ന് സേവനങ്ങൾക്ക് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ പണമോയോ പാരിതോഷികമായോ എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ താഴെ പറയുന്ന മേൽവിലാസത്തിൽ ബന്ധപ്പെടുക. അതായത് ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി വാങ്ങുകയാണെങ്കിൽ നമുക്ക് പരാതി കൊടുക്കാനുള്ള അഡ്രസ്സ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇത് എന്തിന്റെ ഭാഗമാണ്? സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ഭാഗമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അഴിമതി തടയുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ദേശീയ തലത്തിൽ, നാഷണൽ ലെവലിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിച്ചതാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. 1964 ഇത് നിലവിൽ വന്നത്. കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഓഫീസുകളിൽ നടക്കുന്ന അഴിമതിയെക്കുറിച്ചാണ് ഇത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ അന്വേഷിക്കുന്നത്. ഈ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷനിൽ ആരൊക്കെ ഉണ്ടാവും? ഒരു പ്രധാനപ്പെട്ട ഒരു വിജിലൻസ് കമ്മീഷണറായ ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോ വകുപ്പുകളിലും മുഖ്യ വിജിലൻസ് ഓഫീസർമാരും ഉണ്ടായിരിക്കും. വിജിലൻസ് കേസുകളിൽ, ഈ അഴിമതി കൈക്കൂലി കേസുകളിൽ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നത് ഈ കമ്മീഷന്റെ ചുമതലയാണ്. സംസ്ഥാനങ്ങളിലും ഈ സ്റ്റേറ്റുകളിലും സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ട്. സ്റ്റേറ്റുകളിലാവുമ്പോൾ, കേന്ദ്രത്തിലാവുമ്പോൾ, നാഷണൽ ലെവലിലാവുമ്പോൾ അതിന് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന് പറയും. സ്റ്റേറ്റിലാവുമ്പോൾ സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ എന്ന് പറയും. സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതികളെ കുറിച്ചും കൈക്കൂലികളെ കുറിച്ചും അന്വേഷിക്കലാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷന്റെ ചുമതല. ഇങ്ങനെ സംസ്ഥാനങ്ങളിലെ കേസുകളിലൊക്കെ, ഈ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ വിജിലൻസ് കോടതികളും വിജിലൻസ് കോർട്ടുകളും നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് എന്നാണ് പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് എന്താണ് ലോക്പാൽ, എന്താണ് ലോകായുക്ത എന്നുള്ളതിനെ കുറിച്ചാണ്. ഭരണനവീകരണത്തിന്റെ ഭാഗമായി മറ്റു രണ്ട് പദ്ധതികളാണ് ലോക്പാൽ, അതുപോലെ തന്നെ ലോകായുക്ത. ഇതെന്ന് പറയുന്നത് ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതികൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങൾ, ഒരു ലോക്പാലും ലോകായുക്തയും നടപ്പിലാക്കിയിട്ടുള്ളത്. മന്ത്രിമാർക്കും അതുപോലെ തന്നെ MLA-മാർക്കും ഒക്കെ ഭരണകർത്താക്കൾക്കിടയിലുള്ള, അതുപോലെ തന്നെ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർക്കിടയിലുള്ള, അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർക്കിടയിലുള്ള അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലോക്പാൽ, ലോകായുക്ത എന്ന് പറയുന്ന സംവിധാനം നടപ്പാക്കിയിട്ടുള്ളത്. ഈ സ്ഥാപനങ്ങൾ നടപ്പാക്കിയിട്ടുള്ളത് ദേശീയ തലത്തിൽ, കേന്ദ്ര തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ എന്ന് പറയുന്നത്. സംസ്ഥാനങ്ങളിലെ അഴിമതി തടയുന്നതിന് വേണ്ടി നടപ്പാക്കിയതാണ് ലോകായുക്ത എന്ന് പറയുന്നത്.
പൊതുപ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ, മന്ത്രിമാർക്കൊക്കെതിരെയും ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കാൻ നടപടികൾ നിർദ്ദേശിക്കാനും ലോക്പാലിന് അധികാരമുണ്ട്. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്ന രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. ഇതിന്റെ പ്രവർത്തന രീതി നമ്മൾ കോടതികൾ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാനുള്ള അധികാരം ഈ ലോകായുക്തക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഭരണകർത്താക്കൾ ആരാണ്, മന്ത്രിമാരാണോ MLA-മാരാണോ, അങ്ങനെയുള്ള ഏത് ഭരണകർത്താക്കൾക്കെതിരെയും ഏത് ഉദ്യോഗസ്ഥന്മാരാണോ, പോലീസ് ഓഫീസേഴ്സ് ആണോ, അങ്ങനെയുള്ളവർക്കെതിരെയൊക്കെ അഴിമതി ആരോപണം ഉണ്ടാവുകയാണെങ്കിൽ, വില്ലേജ് ഓഫീസർമാർ, പഞ്ചായത്ത് ഓഫീസർമാർ, അങ്ങനെ അവർക്കൊക്കെ അഴിമതി ആരോപണം ഉണ്ടാവുകയാണെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയുള്ള സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും. ലോക്പാൽ ദേശീയ തലത്തിലുള്ളതാണ്, ലോകായുക്ത സംസ്ഥാന തലങ്ങളിലുള്ളതാണ്. അവസാന ഭരണപരിഷ്കാരമാണ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. എന്താണ് ഓംബുഡ്സ്മാൻ? ഓംബുഡ്സ്മാന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം വിശദമായിട്ടൊന്ന് നോക്കാം. ഭരണ നവീകരണത്തിന്റെ ഭാഗമായി നടപ്പിലാക്കിയ കാര്യങ്ങളിൽപ്പെട്ട മറ്റൊരു സംവിധാനമാണ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. ഇത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒക്കെ അടങ്ങിയ പൊതുഭരണത്തിന്റെ ഭാഗമാണ്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്താണ്, പൊതുഭരണം, അതായത് ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ ഭാഗമാണ്. ഇവർക്കെതിരെ എന്തെങ്കിലും അഴിമതിയോ സ്വജനപക്ഷപാതമോ, അതായത് സ്വന്തം ആളുകൾക്ക് പ്രത്യേകമായ പരിഗണന, സ്വന്തം ആളുകളെ ജോലിയിൽ കയറ്റുക, അതുപോലെ തന്നെ ധനദുർവിനിയോഗം, ഗവൺമെന്റിന്റെ പണം വേറെ രീതിയിൽ ചെലവഴിക്കുക, പണം സ്വന്തമാക്കുക, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പണം ആവശ്യമില്ലാത്ത മേഖലയിലേക്ക് ചെലവഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, മാത്രമല്ല ചുമതലകളിൽ വീഴ്ചകളൊക്കെ വരുത്തി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. ഈ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്. ഇദ്ദേഹത്തെ ജനങ്ങൾക്ക് നേരിട്ട് ഇദ്ദേഹത്തെ കണ്ട് പരാതി നൽകാം. മാത്രമല്ല, ഇങ്ങനെ പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഓംബുഡ്സ്മാൻ എന്നറിയപ്പെടുന്ന വിരമിച്ച ഹൈക്കോടതി ജഡ്ജിക്ക് ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് വിളിച്ചു വരുത്തി വിശദമായ ചോദ്യം ചെയ്ത് അന്വേഷണം നടത്താനുള്ള അധികാരമുണ്ട്. ഈ ഓംബുഡ്സ്മാൻ എന്നുള്ള സംവിധാനം ആദ്യമായി നിലവിൽ വരുന്നത് ബാങ്കിംഗ് രംഗത്താണ്. ബാങ്കിംഗ് സെക്ടറിലാണ് ഈ സംവിധാനം ആദ്യമായി നിലവിൽ വരുന്നത്. ഇടപാടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനും ഒക്കെയാണ് ഓംബുഡ്സ്മാൻ ആരംഭിച്ചത്. അപ്പോൾ ഇതുകൊണ്ട് ജനങ്ങൾക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഓംബുഡ്സ്മാനുമായി പരാതിപ്പെടാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. പുതിയ ഒരു അധ്യായവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ